Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. പയ്യന്നൂർ സഹകരണ ആശുപത്രി, സൗത്ത് ബസാർ, പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ്, താഴത്തുവയൽ, പെരുമ്പ, പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ്, ഗാന്ധി പാർക്കിന് സമീപം, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ ആദ്യം. കുഞ്ഞിമംഗലത്ത് CPIM നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസായ പി ഭരതൻ മന്ദിരത്തിന് ബോംബെറിഞ്ഞ കേസിൽ 3 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ മാസം 18-നാണ് പി ഭരതൻ മന്ദിരത്തിന് ബോംബേറുണ്ടായത്. കെ കരുണാകരൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നടന്ന ലക്ഷങ്ങളുടെ തട്ടിപ്പ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണെന്ന് LDF. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും LDF നേതാക്കൾ. ഏഴോം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനുമായി 65 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കും. NHM മുഖേന സംസ്ഥാന സർക്കാരാണ് ഫണ്ട് അനുവദിച്ചത്. പയ്യന്നൂർ നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗൺ ബാങ്ക് പരിസരത്തെ പോസ്റ്റ് ഓഫീസിന് സമീപം സ്ത്രീ നീതി തേടി സത്യാഗ്രഹ സമരം നടത്തി. ആഭ്യന്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഇളവ് അനുവദിച്ചതോടെ പ്രതീക്ഷയിലാണ് ഹൗസ് ബോട്ട് ജീവനക്കാരും ഉടമകളും. 7 മാസങ്ങൾക്കു ശേഷം കായലോര ടൂറിസത്തിന് അനുമതി ലഭിച്ചതോടെ കാസർഗോഡിലെ ടൂറിസം ഹബ്ബായ കോട്ടപ്പുറവും വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നു. വാർത്തകൾ വിശദമായി. കെ കരുണാകരൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നടന്ന ലക്ഷങ്ങളുടെ തട്ടിപ്പ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണെന്ന് LDF. ട്രസ്റ്റിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും LDF നേതാക്കൾ ചെറുപുഴയിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുപുഴയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പണിയാനെന്ന പേരിൽ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണമാണ് കോൺഗ്രസ് നേതാക്കളായ കെ കുഞ്ഞികൃഷ്ണൻ നായർ, റോഷി ജോസ് എന്നിവരും TV അബ്ദുൽ സലീം, CD സ്കറിയ, ജെ സെബാസ്റ്റ്യൻ എന്നിവരും ചേർന്ന് വഞ്ചന നടത്തി കൈക്കലാക്കിയതെന്ന് കുറ്റപത്രം പറയുന്നു. പയ്യന്നൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചെറുപുഴ പോലീസ് അന്വേഷണം നടത്തി ഒക്ടോബർ 6-ന് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വഞ്ചന തുറന്നു കാട്ടിയത്. കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണ് ആശുപത്രിക്ക് വേണ്ടി പണം പിരിച്ചത്. എന്നാൽ ആശുപത്രി പണിയാനെന്ന പേരിൽ ഭൂമി വാങ്ങിയത് ചെറുപുഴ ഡെവലപ്പേഴ്സ് എന്ന പേരിൽ പ്രൈവറ്റ് ഫോറം രൂപീകരിച്ചാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇവിടെ നിർമ്മിച്ച ബഹുനില കെട്ടിടം വിൽപ്പന നടത്തി പ്രതികൾ ലാഭമുണ്ടാക്കിയതായും കുറ്റപത്രം പറയുന്നുണ്ട്. ഇതിനായി ട്രസ്റ്റിന്റെ പേരിൽ ചെറുപുഴ ഫെഡറൽ ബാങ്ക്, ചെറുപുഴ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖകളിൽ നിന്നും പണമിടപാട് നടന്നതിന്റെ രേഖകളും കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തോടൊപ്പമുണ്ട്. കോൺഗ്രസ് നേതാക്കളായ പ്രതികളെല്ലാം ഈ കേസിൽ അറസ്റ്റിലാവുകയും റിമാൻഡിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിക്ക് വേണ്ടി എന്ന പേരിൽ റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിന് വേണ്ടി കെട്ടിടം നിർമ്മിച്ച കരാറുകാരന് പണം കൊടുക്കാതെ വഞ്ചിച്ചതിനാലാണ് കഴിഞ്ഞ വർഷം കരാറുകാരൻ ഇതേ കെട്ടിടത്തിന് മുകളിൽ ആത്മഹത്യ ചെയ്തത്. ഈ പ്രശ്നത്തിൽ വലിയ ബഹുജന സമരം ഉയർന്നു വന്നപ്പോഴാണ് കരാറുകാരന് നൽകാനുള്ള തുക അദ്ദേഹത്തിന്റെ വിധവക്കും മക്കൾക്കും കൊടുത്തത്. എന്നാൽ പണമിടപാട് നിയമാനുസൃതമല്ല നടന്നത്. പണം നൽകിയെന്ന് പ്രതികളും ലഭിച്ചുവെന്ന് കുടുംബവും സമ്മതിച്ചിട്ടുണ്ട്. ഏത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയതെന്ന് അന്വേഷിക്കണം. കള്ളപ്പണമാണോ നൽകിയതെന്നും അധികൃതർ അന്വേഷിക്കണം. കരാറുകാരന് പണം നൽകാത്ത തർക്കം ഒത്തുതീർപ്പാക്കിയതായി കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കേസ് കോടതി ഒത്തുതീർപ്പാക്കി. ഇതോടെ തങ്ങൾ കുറ്റവിമുക്തരായിരിക്കുന്നു എന്ന അവകാശവാദമാണ് പ്രതികളായ കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന ഉപാധിയോടെയാണ് കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് പ്രതികൾ മരണപ്പെട്ട കരാറുകാരന്റെ കുടുംബത്തെ സ്വാധീനിച്ച് പണം നൽകി കേസ് തീർപ്പാക്കിയത്. കരാറുകാരന്റെ ജീവന്റെ വിലയായി എത്ര രൂപ കുടുംബത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമാക്കണം. കെ കരുണാകരന്റെ പേരുപയോഗിച്ച് നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുന്നറിയാൻ താല്പര്യമുണ്ടെന്നും LDF നേതാക്കൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. CPM ഏരിയ സെക്രട്ടറി C സത്യപാലൻ, KR ചന്ദ്രകാന്ത്, സ്കറിയ പുഞ്ചക്കുന്നേൽ, P കൃഷ്ണൻ, KP ഗോപാലൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഏഴോം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനുമായി 65 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കും. NHM മുഖേന സംസ്ഥാന സർക്കാരാണ് ഫണ്ട് അനുവദിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് TV രാജേഷ് MLAയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു.
ഏഴോം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നവീകരണത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അടുത്തയാഴ്ച തന്നെ സമർപ്പിക്കാൻ നിർമ്മാണ ഏജൻസിയായ വാപ്കോസിന് MLA നിർദ്ദേശം നൽകി. ബ്ലോക്കിന്റെ കീഴിലുള്ള ഏഴോം EHSC നവീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ NHM വഴി 65 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഈ 65 ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മുടെ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിന്റെ കൺസൾട്ടൻസി പൊതുമേഖലാ സ്ഥാപനമായ വാപ്കോസ് ആണ് നിർവഹണ ഏജൻസി. അപ്പോൾ ആർക്കിടെക്റ്റിനെ വെച്ച് അടുത്ത ദിവസം തന്നെ ഈ നിലവിലുള്ള സംവിധാനം കുറെ കൂടി മോഡിഫൈ ചെയ്തു, സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി, എല്ലാ സൗകര്യങ്ങളും ഒരു കൊടക്കീഴിൽ കിട്ടത്തക്ക നിലയിൽ ഒരു മികച്ച ആശുപത്രിയാക്കി, ഒരു PHSC ആക്കി ഇതിനെ മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തികൾ നവംബർ 2ാം വാരം ആരംഭിക്കുന്നതിനും 2021 ഫെബ്രുവരിയിൽ പൂർത്തീകരിക്കുന്നതിനും തീരുമാനിച്ചു. യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത, ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് D വിമല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം SV അബ്ദുൾ റഷീദ്, ജില്ലാ ആരോഗ്യ വിഭാഗം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനിൽ, വാപ്കോസ് പ്രതിനിധി പ്രശാന്ത്, K ചന്ദ്രൻ, K മനോഹരൻ, മെഡിക്കൽ ഓഫീസർ മിനി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലത്ത് CPIM നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസായ P ഭരതൻ മന്ദിരത്തിന് ബോംബെറിഞ്ഞ കേസിൽ 3 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ മാസം 18 പുലർച്ചെയാണ് P ഭരതൻ മന്ദിരത്തിന് നേരെ 2 സ്റ്റീൽ ബോംബുകൾ എറിഞ്ഞത്. കുഞ്ഞിമംഗലത്ത് CPIM നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസായ P ഭരതൻ മന്ദിരത്തിന് ബോംബെറിഞ്ഞ കേസിൽ പയ്യന്നൂർ ചിറ്റടി സ്വദേശികളായ യുവമോർച്ച പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് വിജിതാശ്വാസ് കുമാർ, ധനരാജ് വധക്കേസ് പ്രതി സുകേഷ്, അഖിൽ രാജ് എന്നിവരെയാണ് പയ്യന്നൂർ പ്രിൻസിപ്പൽ SI ബാബുമോൻ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 18 പുലർച്ചെ 1:15-നാണ് 2 സ്റ്റീൽ ബോംബുകൾ എറിഞ്ഞത്. സമീപത്തെ നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളും 1000-ഓളം ഫോണുകളും നിരീക്ഷിച്ചാണ് പ്രതികളെ വലയിലാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ വാങ്ങാട് നിന്ന് 210 ലിറ്റർ വാഷ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പയ്യന്നൂർ എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പെരിങ്ങോം വൈക്കരയിലെ വങ്ങാട് നിന്ന് 210 ലിറ്റർ വാഷ് പിടികൂടിയത്. നേരത്തെ ലോക്ഡൌൺ കാലത്തും ഈ മേഖലയിൽ വ്യാജവാറ്റ് വ്യാപകമായിരുന്നു. പയ്യന്നൂർ റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ ശ്രീനിവാസൻ PVയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് രാജീവൻ M, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജിൻ AV, സനേഷ് PV, ഡ്രൈവർ പ്രദീപൻ M എന്നിവരും ഉണ്ടായിരുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സ്രവ പരിശോധനയ്ക്കായി 2 കിയോസ്കുകൾ കൂടി സ്ഥാപിക്കും. സ്രവ പരിശോധനയ്ക്കായി കൂടുതൽ പേർ എത്തുന്നതിനാലാണ് 2 എണ്ണം കൂടി സ്ഥാപിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ പിറകുവശത്തെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരിക്കും കിയോസ്കുകൾ പ്രവർത്തിക്കുക. നിലവിൽ മെഡിക്കൽ കോളേജിലെ പഴയ ഓർത്തോ OPയാണ് കൊറോണ ട്രയേജ് റൂമായി പ്രവർത്തിക്കുന്നത്. ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നവരുടെ എണ്ണം അനുദിനം കൂടുന്നുണ്ട്. രോഗികളായവരും അല്ലാത്തവരുമുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതിനാലാണ് മതിയായ സാമൂഹ്യ അകലം പാലിക്കാൻ കഴിയുന്ന ഏറെ വിസ്തൃതിയുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് 2 എണ്ണം കൂടി പുതിയതായി സ്ഥാപിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം സർക്കാർ അനുവദിച്ച 4 കിയോസ്കുകളിൽ 2 എണ്ണമാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജീവിന്റെ സഹായത്തോടെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. മതിയായ സൗകര്യങ്ങളും ഒരുക്കി ബോർഡുകളും സ്ഥാപിച്ചു. 1-2 ദിവസം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുമെന്നും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗൺ ബാങ്ക് പരിസരത്തെ പോസ്റ്റ് ഓഫീസിന് സമീപം സ്ത്രീ നീതി തേടി സത്യഗ്രഹ സമരം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കണ്ണു തുറക്കാൻ സ്ത്രീ നീതി തേടി എന്ന ആഹ്വാനത്തോടെയാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സത്യഗ്രഹ സമരം നടന്നത്. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് സത്യഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യം പെൺകുട്ടികളെ സംരക്ഷിക്കാനും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും അവരെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ സ്ത്രീകളും കുട്ടികളും വലിയ ദുരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലാണ് മഹിളാ കോൺഗ്രസ് ഇതുപോലെയുള്ള ഒരു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകുന്നത്. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് MV വത്സല, K ജയരാജ്, ലളിത ടീച്ചർ, അത്തായി പത്മിനി, EP ശ്യാമള തുടങ്ങിയവർ സത്യഗ്രഹ സമരത്തിൽ പങ്കെടുത്തു.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ആഭ്യന്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഇളവ് അനുവദിച്ചതോടെ പ്രതീക്ഷയിലാണ് ചെറുവത്തൂർ അച്ചാംതുരുത്തി കോട്ടപ്പുറത്തെ ഹൗസ് ബോട്ട് ജീവനക്കാരും ഉടമകളും. 7 മാസങ്ങൾക്ക് ശേഷം കായലോര ടൂറിസത്തിന് അനുമതി ലഭിച്ചതോടെ കാസർഗോഡിന്റെ ടൂറിസം ഹബ്ബായ കോട്ടപ്പുറവും വിനോദസഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാരികൾക്ക് ഉപാധികളോടെ പ്രവേശനം അനുവദിച്ച് ഉത്തരവായതോടെ കാസർഗോഡ് ജില്ലയിലെ ഹൗസ് ബോട്ട് മേഖല വീണ്ടും ഉണരുകയാണ്. ലക്ഷങ്ങൾ മുതൽ മുടക്കിയാണ് സ്വകാര്യ വ്യക്തികളും സംഘങ്ങളും ഹൗസ് ബോട്ട് സംരംഭങ്ങൾ ആരംഭിച്ചത്. മാസങ്ങളായി നിർത്തിയിട്ടതിനെ തുടർന്നുണ്ടായ കേടുപാടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സർവീസ് പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുന്ന പടന്ന, വലിയപറമ്പ്, ഓരി, തൈക്കടപ്പുറം, അച്ചാന്തുരുത്തി, കോട്ടപ്പുറം, കടിഞ്ഞിമൂല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള 26 ഹൗസ് ബോട്ടുകളാണ് നീലേശ്വരം, കോട്ടപ്പുറം കേന്ദ്രീകരിച്ച് സർവീസ് നടത്തിയിരുന്നത്. ഇത് ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന 100ഓളം തൊഴിലാളികൾക്കാണ് ലോക്ഡൌണിന് ശേഷം തൊഴിൽ നഷ്ടമായത്. സർവീസ് പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ബോട്ടുടമകൾക്കും ജീവനക്കാർക്കും ദിവസവും ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു. സർവീസ് നടത്തുന്ന ബോട്ടുകളിൽ ശരീരോഷ്മാവ് അളക്കാനുള്ള ഉപകരണം, സാനിറ്റൈസർ, മാസ്ക്, കയ്യുറകൾ തുടങ്ങിയ കോവിഡ് പ്രതിരോധത്തിനായുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ നാളെ മുതൽ ഇത് പുനരാരംഭിക്കുന്നത്. ശരീരോഷ്മാവ് ചെക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഹാൻഡ് വാഷ് വെക്കാൻ വേണ്ടി, അതുപോലെ തന്നെ സാനിറ്റൈസർ, അതുകൂടാതെ മറ്റ് COVID-19 പ്രോട്ടോകോൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വേണം ഞങ്ങൾ ഈ ടൂറിസം മേഖല മുമ്പോട്ട് പോകാൻ. ഇതിന് ഞങ്ങളുടെ ഈ ടൂറിസം നാളെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെക്കിംഗ് കാര്യങ്ങളായിട്ട് ജില്ലാ ടൂറിസം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ചെക്ക് ചെയ്യുമെന്നും കൂടി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പ് അധികൃതരുടെ പരിശോധനയും സർവീസ് നടത്തുന്ന ഹൗസ് ബോട്ടുകളിൽ നടക്കും. ഇതുവരെയായും സർവീസിനായി ബുക്കിംഗുകളൊന്നും വന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ മേഖല സജീവമാകുന്ന പ്രതീക്ഷയിലാണിവർ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. രാമന്തളി വടക്കുംപാട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി TV പൊട്ടിത്തെറിച്ച് വീടിന് ഭാഗികമായി തീപിടിച്ചു. വടക്കുംപാട് കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിന് സമീപത്തെ പുളുക്കൂൽ നാരായണന്റെ വീടിനാണ് തീപിടിച്ചത്. TV കണ്ടുകൊണ്ടിരിക്കെ TVയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാരായണന്റെ കുട്ടികൾ ഭയന്ന് പുറത്തേക്കോടിയതിനാൽ ആളപായം ഒഴിവായി. TV ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് വീടിന്റെ മരം കൊണ്ടുള്ള മച്ചിന് തീപിടിച്ചു. TVയും സമീപത്തുണ്ടായിരുന്ന ഫാനും പൂർണ്ണമായി കത്തിനശിച്ചു. മച്ച് ഭാഗികമായി കത്തിനശിച്ച നിലയിലാണ്. കുട്ടികൾ അറിയിച്ചതിനെ തുടർന്ന് അയൽവാസികൾ എത്തി തീയണയ്ക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പോലീസ് സ്റ്റേഷനുകളിൽ പല കേസുകളിലായി പിടികൂടിയ വാഹനങ്ങൾ നീക്കി തുടങ്ങി. പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങളാണ് നീക്കി തുടങ്ങിയത്. വർഷങ്ങളായി പോലീസ് വിവിധ കേസുകളിലായി പിടികൂടിയ നിരവധി വാഹനങ്ങളാണ് ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പിടികൂടിയ വാഹനങ്ങൾ നീക്കാൻ തുടങ്ങി. പഴകി തുരുമ്പെടുത്ത് നശിക്കുന്ന 7ഓളം വാഹനങ്ങളാണ് വെള്ളിയാഴ്ച നീക്കിയത്. പോലീസ് പിടികൂടിയ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നത് പലതവണ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ നീക്കാൻ ധാരണയായത്. ലേലം നടത്തിയാണ് വാഹനങ്ങൾ നീക്കം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂരിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ സി ലക്ഷ്മിക്ക് വീട് നിർമ്മിച്ചു നൽകി. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. നമ്മുടെ കൺമുമ്പിൽ ഒരുപക്ഷെ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ടാവും, കുടുംബങ്ങളുണ്ടാവും, അമ്മമാരുണ്ടാവും. അപ്പം അവരെ സഹായിക്കാനുള്ള ഒരു താങ്ങ്, ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളത്, അത് പൊതുപ്രവർത്തന രംഗത്ത് നമ്മളെല്ലാവരും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അത് മാതൃകാപരമായി പാലിച്ച നമ്മുടെ പയ്യന്നൂരിലെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രജനി രമാനന്ദ്, സരസ്വതി, കൗൺസിലർമാരായ EP ശ്യാമള, AK ശ്രീജ, ലതാ നാരായണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, അത്തായി പത്മിനി, MV വത്സല, C പൂമണി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ ജനദ്രോഹപരമായ കർഷക ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രാഷ്ട്രപതിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നതിന്റെ പയ്യന്നൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം രാമന്തളിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോയൽ ടോം ജോസ്, PV സുരേന്ദ്രൻ, KP രാജേന്ദ്രൻ, K ഹരിദാസ്, മുട്ടിൽ സുധാകരൻ, TK ദാമോദരൻ, K നിതിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ചെറുതാഴം പഞ്ചായത്ത് 26 ഏക്കറിൽ ചെയ്ത 12 പച്ചത്തുരുത്തുകൾക്ക് ഗവൺമെന്റ് അംഗീകാരം നൽകി. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് OV നാരായണൻ ഉപഹാരം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ, പഞ്ചായത്ത് സെക്രട്ടറി CM ഹരിദാസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. വെള്ളരിക്കുണ്ട് കടുമേനി റോഡിന് ശാപമോക്ഷം. അപകടാവസ്ഥയിലായ കയറ്റം ജനകീയ കൂട്ടായ്മയിൽ മണ്ണിടിച്ചു നീക്കി ഗതാഗതയോഗ്യമാക്കി. പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റും ചെയ്തു. ചെറുപുഴ കടുമേനി PWD റോഡിന് യോജിക്കുന്ന ഒരു പ്രധാന റോഡാണ് വെള്ളരിക്കുണ്ട് കടുമേനി റോഡ്. ഈ റോഡിന് 2 പതിറ്റാണ്ടിലധികം പഴക്കമുണ്ടെങ്കിലും റോഡിന്റെ ആരംഭത്തിലുള്ള കുത്തനെയുള്ള കയറ്റം വാഹന ഗതാഗതത്തിന് ഏറെ തടസ്സമായിരുന്നു. ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായിരുന്നു. 100ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ ചെങ്കുത്തായ കയറ്റം ഗതാഗതത്തിന് ഏറെ തടസ്സമുണ്ടാക്കിയിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങി 1.5 ലക്ഷം രൂപയോളം സ്വരൂപിച്ച് മണ്ണ് നീക്കം ചെയ്തപ്പോൾ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തു തുടങ്ങി. നാട്ടുകാരുടെയും പഞ്ചായത്ത് മെമ്പറുടെയും തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ചു. 5 ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. കണ്ണിക്കുന്ന് മുതൽ കടുമേനി വരെയുള്ള ഒരു ബൈപ്പാസ് റോഡാണിത്. ഇത് 2005 100 മീറ്റർ ദൂരം ടാർ ചെയ്തിരുന്നു. അതിനുശേഷം അതിന് റീടാറിംഗ് നടത്തുകയൊന്നും ചെയ്തില്ല. ഇത് ചെങ്കുത്തായ കയറ്റമാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും അതുപോലെ ബൈക്കുകൾ ഇറങ്ങുമ്പോൾ ധാരാളം അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് സഹിച്ച് ജനം മടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാം കൂടെ കൂടി ഏതാണ്ട് 2 പ്രാവശ്യമായിട്ട് 1,20,000 രൂപയോളം സമാഹരിച്ച് ഇതിന്റെ കയറ്റം കുറച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പയ്യന്നൂരിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന M കൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടന്നു. കണിയേരി ബീഡി കമ്പനിയിൽ ചേർന്ന അനുശോചന യോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ മുൻ കൌൺസിലറും ട്രേഡ് യൂണിയൻ പ്രവർത്തകനുമായിരുന്ന M കൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് വെള്ളൂർ കണിയേരി ബീഡി തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കണിയേരി ബീഡി കമ്പനിയിൽ യോഗം ചേർന്നു. KV നാരായണൻ അധ്യക്ഷത വഹിച്ചു. KV സുധാകരൻ, N അബ്ദുൾ സലാം, BP കണ്ണൻ, T ദാക്ഷായണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മാത്തൽ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കി വരുന്ന കോഴിയും കൂടും പദ്ധതിയുടെ 2ാം ഘട്ട വിതരണോദ്ഘാടനം നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പരിധിയിൽ വരുന്ന 135 മെമ്പർമാർക്കായി 2200 മുട്ടക്കോഴികളെയും കൂടുമാണ് വിതരണം ചെയ്തത്. 1ാം ഘട്ടമായി കഴിഞ്ഞ വർഷം 100 മെമ്പർമാർക്കായി 1500 കോഴികളെയും കൂടും വിതരണം ചെയ്തിരുന്നു. ബാങ്കിന്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബ്ബും പ്രാദേശിക ഫാർമേഴ്സ് ഗ്രൂപ്പുകളും മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ജൈവ പച്ചക്കറിത്തോട്ടങ്ങൾ, നെൽകൃഷി, വാഴ, കപ്പ, മഞ്ഞൾ, ഇഞ്ചി തുടങ്ങി നിരവധി ഏക്കർ കൃഷിയും ബാങ്കിന്റെ കീഴിൽ നടത്തിവരുന്നു. വളരെ കൃത്യതയോടുകൂടി വളരെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു ഇടപെടലാണ് ഇത്. ബാങ്ക് എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം വായ്പ എടുക്കുക അല്ലെങ്കിൽ പണമിടപാട് നടത്തുക എന്ന ഒരു സ്ഥാപനത്തിനപ്പുറം ഇത് നാട്ടിലെ ജനങ്ങളുടെ ആകെ ജീവിതത്തിൽ സമസ്ത മേഖലയിലും ഇടപെടുന്ന ഒരു മഹത്തായ സ്ഥാപനമായി മാതൃകാപരമായി ഉയർത്തിക്കാട്ടാവുന്ന രീതിയിൽ ഇത് മാറുകയാണ്. മാംസ ഉൽപാദനത്തിനായി പോത്തിൻകുട്ടികളെയും ബാങ്ക് വിതരണം ചെയ്തിട്ടുണ്ട്. നല്ല ഇനം പശുക്കുട്ടികളെ കണ്ടെത്തി വിതരണം ചെയ്യാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ്. ബാങ്ക് പ്രസിഡന്റ് P ശശിധരൻ, സെക്രട്ടറി T തമ്പാൻ, ഡയറക്ടർ C രവീന്ദ്രൻ, ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി K രാജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് മാതൃകാ പ്രവർത്തനങ്ങളുമായി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് അധികൃതർ. പയ്യന്നൂർ ലയൺസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ലയൺ റീജിയണൽ ചെയർമാൻ ജയരാജ് കുട്ടമത്ത് ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം തുമ്പത്തടുത്ത് പ്രവർത്തിക്കുന്ന ആശ്രയ സ്വാശ്രയ ബ്ലൈൻഡ് സൊസൈറ്റിയിലെ അന്തേവാസികൾക്ക് വാക്കിംഗ് സ്റ്റിക്കുകൾ വിതരണം ചെയ്തു. ഡോക്ടർ ബാലാമണി രാജീവ് വൈറ്റ് കെയിൻ സ്റ്റിക്കും ചിത്ര രാമചന്ദ്രൻ പെഡസ്റ്റൽ സാനിറ്റൈസറും കൈമാറി. ചടങ്ങിൽ വെച്ച് കാഞ്ഞങ്ങാട് സ്കോളർ കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ പയ്യന്നൂർ കാന സ്വദേശിനിക്ക് പഠനാവശ്യത്തിലേക്ക് സ്മാർട്ട് ഫോണും വിതരണം ചെയ്തു. ആശ്രയ സ്വാശ്രയ സംഘത്തിലെ ഗായകർ മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിച്ചു. ചടങ്ങിൽ ലയൺസ് പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ മോഹനൻ മാസ്റ്റർ, P ഗംഗാധരൻ, മനോജ് പറമ്പത്ത്, KM മുസ്തഫ, മുഹമ്മദ് റാഫി, ആശ്രയ സ്വാശ്രയ സംഘത്തിലെ ശോഭ, ഗോവിന്ദൻ, രവീന്ദ്രൻ, ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഭാരത് മാതാ ട്രസ്റ്റ് പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ഓർത്തോ പേഷ്യന്റിന് സ്റ്റൂൾ പാസിംഗ് ചെയർ, വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയവ വിതരണം ചെയ്തു.
ട്രസ്റ്റ് സെക്രട്ടറിയും GKS മാനേജിംഗ് ഡയറക്ടറുമായ പ്രിയ സതീഷ് അന്നൂർ കിഴക്കേക്കോവിലിലെ VP ഭാസ്കരന് ഉപകരണങ്ങൾ കൈമാറി. JP വെള്ളോറ, ഇട്ടമ്മൽ രാമകൃഷ്ണൻ, ചന്ദ്രൻ കുഞ്ഞിമംഗലം, സജിത്ത് വെള്ളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കുഞ്ഞിമംഗലത്ത് CPIM നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസായ P ഭരതൻ മന്ദിരത്തിന് ബോംബെറിഞ്ഞ കേസിൽ 3 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ മാസം 18-നാണ് P ഭരതൻ മന്ദിരത്തിന് ബോംബേറുണ്ടായത്. K കരുണാകരൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നടന്ന ലക്ഷങ്ങളുടെ തട്ടിപ്പ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണെന്ന് LDF. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും LDF നേതാക്കൾ. ഏഴോം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനുമായി 65 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കും. NHM മുഖേന സംസ്ഥാന സർക്കാരാണ് ഫണ്ട് അനുവദിച്ചത്. പയ്യന്നൂർ നിയോജകമണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗൺ ബാങ്ക് പരിസരത്തെ പോസ്റ്റ് ഓഫീസിന് സമീപം സ്ത്രീ നീതി തേടി സത്യാഗ്രഹ സമരം നടത്തി. ആഭ്യന്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഇളവ് അനുവദിച്ചതോടെ പ്രതീക്ഷയിലാണ് ഹൗസ് ബോട്ട് ജീവനക്കാരും ഉടമകളും. 7 മാസങ്ങൾക്കു ശേഷം കായലോര ടൂറിസത്തിന് അനുമതി ലഭിച്ചതോടെ കാസർഗോഡിലെ ടൂറിസം ഹബ്ബായ കോട്ടപ്പുറവും വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.